പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ആത്മസമ്മർദ്ദം തന്നിട്ടുള്ളതായ ഒരു വചനം ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: ദർശനം അത് നിയമിക്കപ്പെട്ട സമയത്തേക്കുള്ളതാകുന്നു, അത് അവസാനത്തേക്ക് ബന്ധപ്പെട്ട് ഓടുന്നു, അത് വ്യാജമായിരിക്കുകയില്ല, അത് താമസിക്കുന്നത് പോലെ തോന്നിയാലും അതിനായി കാത്തിരിക്കുക, അത് നിശ്ചയമായും വരും, താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതായ വേദഭാഗം, ഒരു ദർശനമില്ലാത്ത മനുഷ്യരാരുമില്ല. ഒരു ദർശനം ഇല്ലെങ്കിൽ ഒരു വീക്ഷണം, ഇല്ലെങ്കിൽ മനസ്സിലൊരു ഉദ്ദേശം, അതെങ്ങനെയായിരിക്കണം, എങ്ങനെയാകും, എന്തെല്ലാം അതിന് ചെയ്യണമെന്നൊക്കെ ആ ദർശനത്തെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകും. എല്ലാ മനുഷ്യർക്കും ദർശനമുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ദർശനമുണ്ട്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദർശനമുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ദർശനമുണ്ട്, മാതാപിതാക്കൾക്ക് അവരുടെ തലമുറയെക്കുറിച്ച് ദർശനമുണ്ട്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ദർശനമുണ്ട്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ദർശനം, ഉദ്ദേശം, ആഗ്രഹം, ഇതെല്ലാമുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ വിഷയങ്ങളെക്കുറിച്ചും ഒരു ദർശനമുള്ളതുപോലെ തന്നെ ദൈവത്തിനും തൻ്റെ ഭക്തന്മാരെക്കുറിച്ചൊരു ദർശനമുണ്ട്. അങ്ങനെ ഒരു ദർശനം നമ്മെ ദൈവം കാണിച്ചിരുന്നാലും ശരി, ആ ദർശനം നമ്മെ കാണിച്ചു എന്നതിലുപരി ആ ദർശനത്തിൻ്റെ സമാപ്തിക്കുള്ള ആ സമയക്ലിപ്തം എന്തെന്നും ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്കുള്ള സഞ്ചാര വേഗത എത്രയെന്നും ദൈവം മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും ദൃഷ്ടിയിൽ നിന്നും അവൻ്റെ അറിവിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം മറച്ചു വച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ മാനുഷിക ജീവിതം ഒരു സന്തുലിതമായ അവസ്ഥയിൽ വരികയില്ലായിരുന്നു. വലിയ ക്ലാഷസുകൾ ഉണ്ടാകും, വലിയ ബദ്ധപ്പാടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഏത് ദർശനത്തിൻ്റെ സമാപ്തി, ആ സഞ്ചാരം, അതിൻ്റെ വേഗത, അതിൻ്റെ സമാപ്തിയുടെ കാലാവധി, ഇതൊക്കെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് അതാത് സമയത്തല്ലാതെ വെളിപ്പെടുത്തുകയില്ല. ഇന്ന് നമുക്ക് ആ ദർശനത്തെക്കുറിച്ച് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് തിരുവചനത്തിൻ്റെ ഭാഗത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യാക്കോബ് താനും തൻ്റെ സഹോദരനെ ഭയന്ന്, ഭീഷണി ഭയന്ന്, ജീവനെ പേടിച്ച് അമ്മയുടെയും അപ്പൻ്റെയും ഉപദേശപ്രകാരം നാട് വിട്ടോടിയത് നമുക്കറിയാം. ഒരു കാട്ടുപ്രദേശത്ത് ചെന്നു ഒരു കല്ല് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ആ രാത്രിയിൽ യാക്കോബിനൊരു ദർശനമുണ്ടായി. ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി മേളിൽ നിന്ന് താഴെ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അത് ദൈവം വസിക്കുന്ന സ്ഥലമെന്ന് യാക്കോബിനൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൻ്റെ മധ്യത്തിൽ ദൈവം യാക്കോബിനോടൊരു കാര്യം പറഞ്ഞു. പല കാര്യങ്ങൾ അവനോട് പറഞ്ഞുവെങ്കിലും അവനോട് പറഞ്ഞ പ്രധാന കാര്യം, ഞാൻ നിന്നെ നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, എന്നത്തേക്ക് എനിക്ക് തിരികെ വരാം? നീ എപ്പോഴാണിത് ചെയ്യുന്നത്? എത്ര വർഷമെടുക്കും? എന്തെല്ലാം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതിനോടകത്ത് ഉണ്ടാകും എന്നൊന്നും യാക്കോബ് ചോദിച്ചുമില്ല, ദൈവം പറഞ്ഞുമില്ല. ദൈവം ഇത്രമാത്രം പറഞ്ഞു, ഞാൻ നിന്നെ നിൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരും. എന്നാൽ ഈ വാഗ്ദത്ത നിവൃത്തി ദൈവം പടിപടിയായി ചെയ്യുന്നു എന്ന് യാക്കോബിന് അതാത് സമയത്ത് വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യാക്കോബിൻ്റെ മനസ്സിൽ വലിയൊരു ഭയം കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും ദൈവം തന്നെ കാണിച്ചതായ ദർശനത്തിന് പ്രകാരം അപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ യാക്കോബിന് പേടി സ്വപ്നമായി തൻ്റെ ഹൃദയത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഭയമുണ്ട്. തൻ്റെ സഹോദരൻ്റെ എതിരെ ശത്രുത, കൊന്നുകളയും എന്നുള്ള ഭീഷണി. എന്നാൽ ദൈവം കൊടുത്ത ദർശനത്തിൻ്റെ വ്യാജമില്ലായ്മ, സത്യാവസ്ഥ, പരമാർത്ഥത തൻ്റെ ഭക്തനിൽ കൂടി അത് നിവർത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ അതിനു മുമ്പ് തന്നെ അവൻ്റെ ശത്രുക്കളെ അവനോട് ദൈവം ഇണങ്ങുമാറാക്കി. സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ
ശലോമോൻ പറയുന്നതായ ഒരു സത്യം, ഒരു മനുഷ്യൻ്റെ ഗമനത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുമ്പോൾ, അവൻ്റെ ജീവിതത്തിലെ ചലനങ്ങൾ ദൈവം നിയന്ത്രിക്കുമ്പോൾ, അവൻ്റെ ശത്രുക്കളെയും ദൈവം അവനോട് ഇണങ്ങുമാറാക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 20 വർഷം യാക്കോബ് ലാബാനെ സേവിച്ചു. അവൻ്റെ പണികളൊക്കെ ചെയ്ത് അവൻ്റെ ആടുമാടുകളെ നോക്കി. ആ ഉൽപ്പത്തി പുസ്തകം 31 അധ്യായമൊക്കെ നമ്മൾ 30-31 അധ്യായമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിശയകരമായി പറയുന്നതായ ഒരു കാര്യം യാക്കോബ് പറയുന്നത്, എൻ്റെ കാൽ നിന്റെ ഭവനത്തിൽ കുത്തിയ നാൾ മുതൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. വാഗ്ദത്ത സന്തതി എവിടെ ചെന്ന് നിൽക്കുന്നോ, ഒരു ദർശനമുള്ളവൻ ചെല്ലുന്ന ഇടമൊക്കെയും അനുഗ്രഹിക്കപ്പെടും. കാരണം അവന് സമാപ്തിയിലേക്കുള്ളതായ ഒരു യാത്രയുണ്ട്. ലാബാന് ഒരു ദർശനമില്ലാത്ത വ്യക്തി, അവനൊരു സമാപ്തിയില്ല. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദർശനത്തെ ദൈവം ഭാരമേറ്റിരിക്കുക. ദൈവം നമ്മെക്കുറിച്ച് കാണുന്ന ദർശനം അങ്ങനെയാണ്. നമ്മൾ ലാബാൻ അവനെക്കുറിച്ച് തന്നെ അവൻ്റെ ഒരു സ്വന്തമായ ദർശനമുണ്ട്. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിനെ കുറിച്ച് ദൈവത്തിനൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്കുള്ള കുതിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം ചെയ്തതായ വലിയൊരു പ്രവൃത്തിയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ യാക്കോബിനെ ദൈവം സ്പഷ്ടമായിട്ടത് കാണിച്ചു. നിന്റെ മേലുള്ളതായ ദർശനത്തിൻ്റെ അവധി തീർന്നു, ഇനിയും ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്കുള്ള യാത്രയാണ്. എന്താണ് കാണിച്ചതെന്നറിയാമോ? അതുവരെയും ചിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ലാബാന്റെ മുഖം വ്യത്യസ്തമായി, ശത്രുതാ മനോഭാവം. ശത്രുവിനെ കാണുന്ന പോലെ കാണുക, കണക്ക് പറയുക, എല്ലാത്തിനും കുറ്റം കാണുക. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അതിൻ്റെ 31 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. നമ്പർ 1, പ്രൈസ് ദി ലോർഡ്. ആദ്യമായി ദൈവം ചെയ്തത് നിന്റെ കൂടിനെ ഇളക്കും. നിനക്ക് സ്നേഹമായി നിന്നോട് ഇടപെട്ട പലരും നിനക്കൊരു ശത്രുത പോലെ അവരുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകും. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമുക്ക് ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. അവരുടെ മനസ്സ് മാറും. കടന്നു വന്ന വഴികളെല്ലാം അവരങ്ങ് മറന്നു കളയും. എന്തിനു പറയുന്നു? കഥ വലിയൊരു കഥയാണ്. എന്നാൽ സമാപ്തിയിലേക്കുള്ള യാത്ര ദൈവം യാക്കോബിന് വ്യക്തമായി കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് ഒരു വ്യത്യാസമുണ്ടായി, ഉദ്ദേശത്തിന് വ്യത്യാസമുണ്ടായി. അവൻ എന്തു വേണമെന്ന് ലാബാൻ അവനോട് ചോദിച്ചൊരു ചോദ്യം, എന്ത് ചോദിച്ചാലും കണക്ക് പറഞ്ഞ് 20 വർഷത്തെ മുടക്കും പലിശയും എല്ലാം നടന്ന് നല്ലൊരു സംഖ്യ ആവശ്യപ്പെടാവുന്ന ഒരു സാഹചര്യം അവൻ്റെ മുൻപിൽ വന്നെങ്കിലും യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. ദൈവം തന്നോട് കാണിച്ചതായ, അല്ലെങ്കിൽ ദൈവം തന്നെ മേൽ വെച്ചിരിക്കുന്ന ദർശനത്തിൻ്റെ സമാപ്തിയിലേക്കുള്ള യാത്രയാണിത്. അവിടെ ഒന്നും തടസ്സമായിക്കൂടെ. യാക്കോബ് ലാബാനോട് പറയാണ്, എനിക്ക് ഒന്നും വേണ്ട. വീണ്ടും ലാബാൻ അവനോട് എടുത്തു ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് തരണം? വീണ്ടും എൻ്റെ അടുത്ത് നിൽക്കുന്നതിന് എന്ത് വേണം? യാക്കോബ് പറയാണ്, എനിക്ക് ഒന്നും വേണ്ട. കാരണം ഒരു മനുഷ്യൻ എനിക്ക് തന്നാൽ എൻ്റെ വയറ് നിറയത്തില്ല. ഒരു മനുഷ്യൻ ഒരു ദിവസം തരും, പിറ്റേ ദിവസം വീണ്ടും അവൻ എടുത്തു ചോദിക്കും, ഇന്നലെ തന്നില്ലേ? മനുഷ്യൻ കൊടുക്കുന്നതിനെല്ലാം അളവുണ്ട്. എന്നാൽ ദൈവം കൊടുക്കുമ്പോഴോ മതിയോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത്. ദൈവം തരുമ്പോഴേ നമ്മുടെ വയറ് നിറയത്തുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറയത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ ദൈവം തരണം. യാക്കോബ് സന്തോഷത്തോടെ പറയാണ്, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ദൈവം ധാരാളമായി തരുവാൻ ശക്തനെന്ന് യാക്കോബ് വിശ്വസിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യാക്കോബിൻ്റെ മനസ്സിൽ യാക്കോബ് അറിയാതെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. യാബോക്ക് നദിയുടെ തീരത്ത് കടന്നു വന്നപ്പോഴാണ് വാസ്തവമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ യാക്കോബിന് മനസ്സിലായത്. എന്താണെന്നറിയാമോ? തന്നെ കൊന്നുകളയുമെന്നും തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തൻ്റെ സമ്പത്തുകളൊക്കെ നശിപ്പിക്കുമെന്നും അതിനെയെല്ലാം നാമാവശേഷമാക്കുമെന്നും താൻ വിശ്വസിച്ചതായ സഹോദരൻ്റെ ഹൃദയത്തെ ദൈവം മുറ്റുമായി മാറ്റിയിരിക്കുന്നെന്ന് യാക്കോബിന് മനസ്സിലായി. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നമ്മുടെ ചിന്ത പലപ്പോഴും നമ്മുടെ മാനുഷികമായ ചിന്താഗതിയിലാണ്, മാനുഷികമായ ധാരണയിലാണ്, മാനുഷികമായ അളവിലാണ്, മാനുഷികമായ ദൂരത്തിലാണ്, മാനുഷികമായ വേഗതയിലാണ്. എന്നാൽ ദൈവം ദർശനത്തിന് വെച്ചിരിക്കുന്നതായ വേഗതയെക്കുറിച്ചൊരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കിട്ടുന്നതായ സകല സമ്പത്തുകളോടും എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ദൈവം തരുന്നത് മതി എന്ന് പറയും.
ആ വാക്ക് ദൈവം മുദ്രയിടും. ആ വാക്ക് നിന്നിൽ നിന്ന് ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെടുമ്പോൾ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിനിടയായിത്തീരും. അന്നു മുതൽ യാക്കോബിൻ്റെ സമ്പത്ത് വർദ്ധിക്കുവാൻ തുടങ്ങി. യാക്കോബിന് എണ്ണിക്കൂടാത്ത രീതിയിലുള്ളതായ അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൂടാത്ത രീതിയിലുള്ളതായ അനേക വ്യത്യാസങ്ങൾ തൻ്റെ സമ്പത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതിനു മുമ്പ് ദൈവം ലാബാനും യാക്കോബിനും തമ്മിൽ വലിയൊരു വ്യത്യാസം വെച്ചു, ഒരു വഴിയകലം. എത്ര ദിവസത്തെ? 3 ദിവസത്തെ. 3 ദിവസം നടന്നു ചെന്നെങ്കിലേ ആ യാക്കോബിൻ്റെ കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ 3 ദിവസത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി. ലാബാന്റെ കാലടികൾ യാക്കോബിൻ്റെ കൂടാരത്തിങ്കൽ ചെല്ലാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരാൽ അവിടെ നിയന്ത്രണം നടന്നു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവയ്ക്കുവാനും അവൻ്റെ സമ്പത്തിന്മേൽ അധികാരം ചെലുത്തുവാനും കഴിയാതെ വണ്ണം അവൻ്റെ സമ്പത്തുകൾക്കൊക്കെയും അവൻ്റെ തലമുറകൾക്കൊക്കെയും ദൈവം അടയാളം വെച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ദർശനത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടാകാം, അതൊരു പക്ഷെങ്കിൽ വ്യാജമാണ്. ഇല്ല, നിന്നെ ദൈവം ഒരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തിനൊരു വേഗതയുണ്ട്, അതിനൊരു സമാപ്തിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ വരുന്നതായ വൈരാഗ്യങ്ങളും ശത്രുതയും മാനുഷിക ജീവിതത്തിൽ നീ നേരിടുന്നതായ എല്ലാ പ്രശ്നങ്ങളും നിന്റെ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്കുള്ള യാത്രയുടെ ആ ഓരോരോ അനുഭവങ്ങളാണെന്ന് നീ മനസ്സിലാക്കുമ്പോൾ യാബോക്ക് നദിയുടെ തീരത്ത് ഏകാനായി ദൈവം നിന്നെ നിർത്തിക്കൊണ്ട് ദൈവത്തിന് നിന്നോട് ചില കാര്യങ്ങൾ ദൈവം ചോദിക്കും. ദൈവം നിന്റെ കാലുകളെ ശക്തനാക്കും, ദൈവം നിന്റെ കൈകളെ ശക്തമാക്കും, നിന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തും. ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ നീ അടിയുറച്ച് വിശ്വസിച്ചാൽ നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നിന്നെ സൗഖ്യത്തോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതായ വാക്കുകളുടെ സമാഹരണത്തിലേക്ക് നമ്മെ ദൈവം കാണിച്ചിട്ടുള്ളതായ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ മേൽ ദൈവം അടയാളം വയ്ക്കും, നമ്മുടെ കുടുംബത്തിൽ മേൽ ദൈവം അടയാളം വയ്ക്കും, സമ്പത്തുകളിൽ മേൽ അടയാളം വയ്ക്കും. ശത്രുവിന് തൊടാൻ കഴിയാത്ത ചില അകലങ്ങളും അടയാളങ്ങളും നിറവ്യത്യാസങ്ങളും അവിടെ ദൈവത്തിന് മാത്രം ദർശിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് തന്ന ദർശനങ്ങളിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ സമാപ്തിയെക്കുറിച്ച് നിനക്കൊരു ധാരണയില്ലേ? അത് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ വച്ചിരിക്കുന്നതായ വേഗതയും സമാപ്തി കാലയളവുമാണെന്ന് ദൈവം നിനക്ക് വലിയൊരു ആ അറിവിനെ നീ അംഗീകരിക്കുമ്പോൾ ലോകത്തിൽ കാണുന്നതായ സകല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ദുഃഖകരമായി കരയുവാൻ പൊട്ടിക്കരയുവാനുള്ളതായ ഓരോ കാര്യങ്ങളും നീ ചെന്നപ്പോഴും വന്നപ്പോഴും നടന്നപ്പോഴും ഒക്കെ നിന്നോട് കാണിച്ചതായ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും നീ കരയേണ്ടതായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയും, ഇല്ല, സമാപ്തിയിലേക്കുള്ള യാത്രയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ആയിരിക്കും, നിന്നെ ഞാൻ നിന്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് 20 വർഷത്തിന് മുമ്പ് നീയും ഞാനുമായിട്ട് ചെയ്തൊരു എഗ്രിമെൻ്റ് ഇല്ലേ, ഒരു സഖ്യതയില്ലേ? ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, നീ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? നീ അത് മറന്നുവെങ്കിലും ദൈവം മറക്കില്ല. ദൈവം പറഞ്ഞതിനെ നടത്തി തരുവാൻ അതിൻ്റെ സമാപ്തിയിലേക്കുള്ള വേഗതയെക്കുറിച്ചുള്ള വലിയൊരു ദർശനം ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് തരുന്നുവെങ്കിൽ, ദൈവം നിനക്കത് തരുന്നത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം എത്ര മനോഹരമായി തീരും. ക്രിസ്തീയ ജീവിതം അതിൻ്റെ മാധുര്യത നിന്നിൽ ആരംഭിക്കുന്നത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെ നിന്നിൽ ദൈവം കൈവിടാതെ, വ്യാജമാക്കാതെ, നിസ്സാരമാക്കാതെ അത് സാരമായി ദൈവം നിന്റെ ജീവിതത്തിൽ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നുള്ള ഒരു ധാരണയാണ്. ആ ധാരണയുടെ സമാപ്തി വിശ്വാസത്താൽ കാണുന്ന ഒരു ഹൃദയം ദൈവം നിനക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.